എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2 ദിവസം മുന്നേ നടന്ന LGS എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ആൻസർ ഡി 1931. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ആൻസർ എ ചമ്പാരൻ സത്യാഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ആൻസർ ഡി റൗലത്ത് നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരെ? ആൻസർ ഡി ഉദ്ധം സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരെ? ആൻസർ ബി അംബേദ്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? ആൻസർ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? സമത്വത്തിനുള്ള അവകാശം, സ്വത്ത് വാങ്ങുവാനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുവാനുള്ള അവകാശം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇതിൽ പെടുന്നവയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് വരിക? ഫസ്റ്റ് വരും സമത്വത്തിനുള്ള അവകാശം വരും. പിന്നെ ഏതാണ്? സ്വത്ത് വാങ്ങുവാനുള്ള അവകാശം മൗലികാവകാശം അല്ല. അപ്പം പിന്നെ എന്താ? ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, അത് മൗലികാവകാശമാണ്. 1ഉം 3ഉം. പിന്നെ എന്താണ്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം 4 ശരിയാണ്. പിന്നെ 6 സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 1, 3, 4, 6 ആണ് ശരിയായിട്ട് വരിക. അപ്പൊ ഡി എന്നുള്ള ഓപ്ഷനാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? ആൻസർ ഡി കോടതിയെ സമീപിക്കാനാവില്ല. നിർദ്ദേശക തത്വങ്ങൾ ഒരിക്കലും കോടതിയെ സമീപിക്കാനാവില്ല. അപ്പോൾ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? എല്ലാവർക്കും അറിയാം അല്ലെ? ഇന്ത്യയിലാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? എന്താണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല? നിയമ നിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. അപ്പൊ 10B ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏത്? ഇതിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആണ്. എന്താണ്? SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചതും ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? സംഘടന കൊണ്ട് ശക്തരാകാൻ ആഹ്വാനം ചെയ്തതും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ അതില് ബന്ധമില്ലാത്തത് ഏതാണ്? ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്, ബന്ധമില്ലാത്തതായിട്ടുള്ള കാര്യം. അപ്പൊ 11ാമത്തെ എ എന്നുള്ളതാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ആൻസർ സി ക്യാപ്റ്റൻ ലക്ഷ്മി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. എവിടെയാണ്? ചെറുതുരുത്തിയില്, തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ്. എവിടെ? വള്ളത്തോൾ നാരായണ മേനോൻ ഏത് സ്ഥാപിച്ചത്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരെ? സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരെ? എല്ലാവരും വിചാരിക്കും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണെന്ന്. പക്ഷെ അതല്ല. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ്
കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഏതിനാണ്? ബ്രസീലിനാണ് ഏറ്റവും കൂടുതൽ തവണ കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീലങ്കയിലെ, അപ്പോൾ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ആരാണ്? റെനിൽ വിക്രം സിൻഹ. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? വി.പി. മേനോൻ. ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇരുമ്പുരുക്ക് ശാലകളും തന്നിരുന്നിട്ടുണ്ട്, സഹായം നൽകിയ രാഷ്ട്രങ്ങളും തന്നിട്ടുണ്ട്, അത് നമ്മൾ ചേരുംപടി ചേർക്കണം. അപ്പോ ഏതാണ് ആൻസർ വരിക? ഭിലായ് എന്നുള്ളത് ആരാണ്? സോവിയറ്റ് യൂണിയൻ ആണ് അല്ലെ. ഇനി ബൊക്കാറോ ഏതാണ്? ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് റൂർക്കലെ ജർമ്മനി അല്ലെ. ദുർഗാപൂർ ബ്രിട്ടൻ. ഇതെല്ലാം ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേ ആൻസർ തന്നെയാണ് വരിക. അപ്പം എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം? ആൻസർ സി, ന്യൂഡൽഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? ഏതാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിൽ വന്നത്? 1986. അതായത് ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏത് കമ്മീഷനാണ്? ഡോക്ടർ CS കോത്താരി കമ്മീഷനാണ്. ഏത്? 10 കഴിഞ്ഞ പിന്നെ 2 വർഷം കൂടി, അതായത് +2, പിന്നെ 3 വർഷം, അങ്ങനെ ഒരു മാതൃക വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ CS കോത്താരി. 22 സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ലോക ഫുട്ബോൾ ദിനം എന്നാണ്? മെയ് 25. ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പ്രതിഭ റായ് ആണ് ONV സാഹിത്യ പുരസ്കാരം 2024. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത്? ഇതില് കുറെ അക്ഷാംശവും പിന്നെ വടക്കു മുതൽ അത് തന്നുണ്ട്. അപ്പൊ അതിലെ ഏതാണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ബിയും ഡിയും തെറ്റാണ്. അതായത് ബി എന്നുള്ള ഓപ്ഷനും ഡി എന്നുള്ള ഓപ്ഷനും തെറ്റാണ്. ബാക്കി രണ്ടുമേ ശരിയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി? ആൻസർ ബി, സിയാച്ചിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റേത്? ആൻസർ ബി, കിഴക്ക് ഭൂട്ടാൻ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക? ഉത്തരപർവ്വത മേഖല, ഹിമാലയം, ഉത്തരേന്ത്യൻ സമതലം, തീരസമതലങ്ങളും ദ്വീപുകളും. ഇതിലെ ഏതാണ് ഒറ്റയാൻ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ബി എന്നുള്ളതാണ് ആൻസർ, ഹിമാലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത്? നിങ്ങളെല്ലാം വായിച്ചു നോക്കുക. അതിലെ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് തെറ്റായ വിവരം എന്ന് പറയുന്നത് ഏതാണ്?
ആൻസർ സി ആണ്. ശൈത്യകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി എന്നുള്ളത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്? ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. അതായത് അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ് വടക്ക് മുതൽ 12 ഡിഗ്രി 48 മിനിറ്റ് വടക്ക് വരെ. പിന്നെ രേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 മിനിറ്റ് കിഴക്ക് വരെ. പിന്നെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തരംതിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. എന്താണ്? പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ഇതെല്ലാം നോക്കിയിട്ട് ഏതാണ് ആൻസർ വരിക? അതായത് തമിഴ്നാടിനെ ബന്ധിപ്പിക്കുന്നതാവുമ്പോൾ പാലക്കാട് ചുരം എന്ന് എഴുതാം അല്ലെ. 31 ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ആൻസർ ഡി ആണ്. ഭാരതപ്പുഴയാണ് ഏറ്റവും നീളം. പിന്നെ പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. മഞ്ചേശ്വരം പുഴ, ഉപ്പള, ഷിറിയ, നെയ്യാർ. ആൻസർ ഡി നെയ്യാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ് വരിക? NW3. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക. ഇതിലെ ഒറ്റയാൻ ആരാണ്? ആൻസർ ഡി സിയാൽ പദ്ധതി, എറണാകുളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. ആൻസർ എ സജി ചെറിയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. പിന്നെ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാന്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം. അതേതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയ്ക്ക് ഏതാണ് കൺവീനർ? വാർഡ് മെമ്പർ. സി എന്നുള്ളതാണ് ആൻസർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? എറണാകുളം. എ എന്നുള്ളതാണ് ആൻസർ. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് ഏതാണത്? കതിർ ആപ്പ്. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരെ? ആൻസർ ഡി രാജീവ് രഞ്ജൻ സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം. ആൻസർ എ 89.45 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുണൈറ്റഡ് നേഷൻസ് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. ആൻസർ ബി ആണ്. 134ാമത്തെ സ്ഥാനമാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം. ആൻസർ എ ബുധൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? ആൻസർ സി ഹിന്ദുസ്ഥാനി സംഗീതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരെ?
ആൻസർ ഡി, ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏത് മുതലാണ്? ഏപ്രിൽ 1 മുതൽ അല്ലെ മാർച്ച് 31 വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ ബി, ഗാന്ധിജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം? ആൻസർ ബി, 800. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക അധ്യാപക ദിനം എന്ന്? ഒക്ടോബർ 5. നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 5 പക്ഷെ ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ 5. ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ഏതാണ്? ആൻസർ എ ആണ്, ഇന്ദ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യമേത്? ആൻസർ എ, ബ്രസീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണോ ശ്വാസകോശ ധമനി? ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴൽ ശ്വാസകോശ സിര. അശുദ്ധരക്തമാണോ ശ്വാസകോശ ധമനി? അശുദ്ധരക്തമാണോ ശ്വാസകോശ സിര? ഇതില് ഏതാണ് ശരിയായ ഉത്തരം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതാണ് ശരി? ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് എന്ത്? അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ ശ്വാസകോശ ധമനി. അപ്പൊ ബിയും സിയും ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ആൻസർ ഡി ആണ്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതില് എയും ഡിയും ആണ് ശരിയായിട്ടുള്ളത്. കാരണം എ, ഡി, ഇ, കെ ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത്, മറ്റുള്ളവയെല്ലാം ജലത്തിൽ ലയിക്കുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അപ്പം ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ്. പച്ചമുളകിന്റെ ഇനം ഏതാണ്? ജ്വാലാമുഖി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ സി ആണ്. താഴെ പറയുന്നവയിൽ ഫിറോമോണിന് ഉദാഹരണം ഏത്? ഫിറോമോൺ ഏതാണ് ഉദാഹരണം? ബോംബിക്കോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏതു രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ആൻസർ സി ആണ്, COVID-19. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു? നിപ്പ വൈറസ് ആണ് അല്ലെ? നിപ്പ വൈറസ് ആണ്. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധവളപ്രകാശം അതിന്റെ വർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? അതിനെന്താ പറയാ? പ്രകീർണനം. ബി എന്നുള്ളതാണ് ആൻസർ. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഫോമിക് ആസിഡ്. ഉറുമ്പിൽ ഉണ്ടാവുന്നത് ഫോമിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? ആൻസർ സി, വിസരണം. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്?
ആൻസർ സിങ്ക്, സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പണ്ട് മരുഭൂമികളിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? ആൻസർ ബി, വേട്ടക്കാരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാരെ? മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ആരാണ്? ലാവോസിയെ ആണ് അല്ലെ. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത്? ആൻസർ ഡി, ചന്ദ്രയാൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർത്ത് ഉത്തരം എഴുതുക. ക്ഷയം, എലിപ്പനി, ഡെങ്കിപ്പനി, മലമ്പനി. ഇതില് ഏതൊക്കെയാണ് ചേരാന്ന്? ക്ഷയത്തിന് ഏതാണ് ചേരുന്നത്? ക്ഷയത്തിന് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസ് ആണ് ക്ഷയം. അപ്പൊ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. പിന്നെ എന്താണ്? എലിപ്പനി ഏതാണ്? ലെപ്റ്റോസ്പൈറ. പിന്നെ ഡെങ്കിപ്പനി ഏതാണ്? വൈറസ് ആണ്. മലമ്പനി എന്താണ്? പ്ലാസ്മോഡിയം ആണ്. അപ്പം ഏതാണ് ആൻസർ വരിക? ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മന്ദരോഗം പരത്തുന്ന കൊതുക് ഏത്? മന്ദരോഗം പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്. എ എന്നുള്ളതാണ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? വായുവിൽ കൂടെ പകരുന്ന രോഗം ആൻസർ സി ആണ്, മീസിൽസ്. ചിക്കൻ പോക്സ്, മീസിൽസ് ഒക്കെ വായുവിൽ കൂടെയാണ് പകരുന്നത്. കോളറയൊക്കെ ഏതാണ്? വെള്ളത്തിലൂടെ പകരുന്നതാണ്, കോളറയും ടൈഫോയിഡും ഒക്കെ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം? ആൻസർ എ, ഇരുമ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ആൻസർ ബി, എഡ്വേർഡ് ജെന്നർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം? രക്തസമ്മർദ്ദം ഏതാണ്? സ്പിഗ്മോ മാനോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. ഇതില് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതാണ് ശരി? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം, അത് ശരിയാണ്. പിന്നെ എന്താണ്? അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുകയാണ് ക്യാൻസർ, അതും ശരിയാണ്. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ആൻസർ സി, ശ്വാസകോശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി? ആൻസർ ഡി, മൃതസഞ്ജീവനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? ആൻസർ എ, അമൃതം ആരോഗ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ ബി, ഹർമൻ പ്രീത് സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം? ആൻസർ ബി, ആട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? ആൻസർ എ, മലിനജലം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെ? ആൻസർ ബി, എസ് സോമനാഥ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ എഴുതുക. ഞാൻ പറയണ ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ കറക്റ്റായി ചെയ്തു. ഇനി എങ്ങനെയാന്ന് കിട്ടണില്ല എങ്കിൽ നമ്മളുടെ മറ്റേ ഹരിശ്രീ ലേണിംഗ് ഇസ് ഫൺ എന്നുള്ള ചാനലിൽ ഇതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് കാണുന്നത് എന്ന് വിശദീകരിക്കുന്നതാണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനില് 82ാമത്തെ ക്വസ്റ്റ്യൻ എ എന്നുള്ളതാണ് ആൻസർ. ഇതൊക്കെ ബോർഡ് മാസ് റൂള് വെച്ചിട്ട് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 83, ഇവയെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? ബി എന്നുള്ളതാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരം 160 സെന്റിമീറ്റർ ആണ്. അതിൽ 4 പേരുടെ ഉയരം തന്നിട്ടുണ്ട്. 5ാമത്തെ ആളുടെ ഉയരം എങ്ങനെ കണ്ടെത്തുക? അതായത് 5 പേരുടെ തന്നിട്ടുണ്ട്, അപ്പോ 5ാമത്തെ ആളുടെ ഉയരമാണ് 5 പേരുടെ ശരാശരി തന്നിട്ടുണ്ട്, അപ്പൊ ടോട്ടൽ കാണാൻ പറ്റും. പിന്നെ 4 പേരുടെ ടോട്ടൽ കാണാൻ പറ്റും. 5 പേരുടെ 4 പേരുടെ ടോട്ടല് മൈനസ് ചെയ്താൽ നമുക്ക് 5ാമത്തെ ആളുടെ ഉയരം കിട്ടും. ആൻസർ സി ആണ്, 154. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും നമ്മൾ ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യണം. ആദ്യം ബ്രാക്കറ്റ് ഉണ്ട് വെച്ചെങ്കിൽ അതാണ് ചെയ്യേണ്ടത്, പിന്നെ ഡിവിഷൻ ഉണ്ട് വെച്ചെങ്കിൽ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡിഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അങ്ങനെയാണ് അതിന്റെ ഓർഡർ. അപ്പൊ 85ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരും? സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക, 375. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. വിമാനത്തിന്റെ വേഗത എങ്ങനെ കണ്ടുപിടിക്കുക? ദൂരം ബൈ സമയം അല്ലെ. അപ്പൊ ഇവിടെ അരമണിക്കൂർ എന്ന് പറയുന്നത് എത്രയാണ്? 30 മിനിറ്റ് ആണ് അല്ലെ. അത് എന്ന് പറയുന്നത് എത്രയാണ്? അരമണിക്കൂറാണ് അല്ലെ. അരമണിക്കൂർ 150 കിലോമീറ്ററും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ്? ദൂരം ബൈ സമയം, 250 ബൈ എന്താണ് അര എന്നുള്ളത് എഴുതുക, 1/2. അപ്പൊ എത്രയാണ് വരിക? 500 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എന്ത്? അതായത് 12% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നത് എത്രയാണ്? 88% കിട്ടുള്ളൂ അല്ലെ. 1600ന്റെ 88% കണ്ട നമുക്ക് എത്ര രൂപയ്ക്കാണ് വിറ്റെന്ന് അറിയാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1600ന്റെ 12% കണ്ടുപിടിച്ചിട്ട് 1600 കൂടെ ആ 12% കൂട്ടണം. അതിന് പകരം നിങ്ങൾ 1600ന്റെ 88% കണ്ടാ മതി. അപ്പൊ ആൻസർ ഏതാ വരിക? ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക, 1408. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 55, 80, 100 എന്നീ സംഖ്യകളുടെ ഉസാഗ എത്ര? ഉസാഗ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഫാക്ടേഴ്സിൽ എല്ലാത്തിലും പോണത് അല്ലെ. 55, 80, 100 ഇതില് എല്ലാത്തിലും കോമൺ ആയിട്ട് പോണത് ഏതാണോ അതിൽ വലിയ സംഖ്യയാണ് നമുക്ക് ഉസാഗ എന്ന് പറയാം. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരിക? സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ചേരാത്തത് ഏത്? 8, 16, 27, 64. ആൻസർ ബി ആണ്, 16. 16 ഒന്നിന്റെ സ്ക്വയർ 8, 16, 27, 64 16 ആണ് കൂട്ടത്തിൽ ചേരാത്തത്. 89 ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1, 3, 6 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏതായിരിക്കും?
ആൻസർ എ ആണ് 10. 1ഉം 2ഉം 3, 3ഉം 3ഉം 6, 6ഉം 4ഉം 10 അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2n+1 = 32 ആയാൽ n എത്ര? 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 2/5 എന്ന് എഴുതാം അല്ലെ? ഈ 2 4, 4 2 8, 2 16, 16 2 32. 5 പ്രാവശ്യം 2 ഗുണിച്ചാലാണ് നമുക്ക് 32 കിട്ടുക. അപ്പൊ 2/5 ആണ് 32. അപ്പൊ n+1 എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ n എന്ന് പറയുന്നത് എന്ത് വരും? 4 വരും. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കന്നുകാലി ചന്തയിൽ കുറെ പശുക്കളും മനുഷ്യരും ഉണ്ട്. ആകെ കാലുകൾ 70ഉം ആകെ തലകൾ 30ഉമാണ്. മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇത് കുറെ പറയാണ്ട്. അപ്പൊ നമ്മള് വിശദീകരണം ആവശ്യമുള്ളവരെ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള ചാനലിൽ പോയി നോക്കുക. ആൻസർ ഡി ആണ്, 20 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 0.05 ഹോൾ സ്ക്വയർ ഇൻറ്റു 1/20. ഇത് എന്താണ് വരിക? ബി എന്നുള്ളതാണ് ആൻസർ, 0.05 × 3. 1/20 എന്ന് പറയുന്നത് എന്താണ്? 1/20നെ നമുക്ക് എങ്ങനെ എഴുതാം? 0.05 എന്ന് എഴുതാം അല്ലെ? അപ്പൊ 0.05 ഹോൾ സ്ക്വയർ ഇൻറ്റു 0.05. അപ്പൊ 0.05 × 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 2 4 8 എന്ന സംഖ്യാശ്രേണിയുടെ അടുത്ത പദം ഏത്? ആൻസർ സി, 16. ഇവിടെ എങ്ങനെയാണ്? 1 × 2 ആണ് 2, 2 × 2 ആണ് 4, 4 × 2 ആണ് 8, 8 × 2 അപ്പൊ ഏതാ? 16. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധം 2:3 ആണ്. 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 വയസ്സാവും. ജയയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പൊ ഇത് ചെയ്തിട്ട് കിട്ടണില്ല എങ്കിൽ നിങ്ങൾ ചാനലിൽ പോയി നോക്കാം. 95ാമത്തെ എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക, 27. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 + 2 × 3 ÷ 6 - 1. ഇതും എന്ത് വെച്ചിട്ടാണ്? ബോർഡ് മാസ് റൂൾ വെച്ചിട്ട്. ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം, പിന്നെ ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അപ്പോൾ 96ാമത്തെ എന്താണ്? സി എന്നുള്ളതാണ് ആൻസർ, 1 എന്നുള്ളതാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11 132 22 എത്രയാണ് വരിക? ആൻസർ ഡി ആണ്, 264 എന്നുള്ളതാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റയാൻ ഏത്? ചതുർഭുജം, ലംബകം, സാമാന്തരികം, ചതുരം. എ ആണ്, ചതുർഭുജം. ഇതിനെ എല്ലാത്തിലും ലംബകവും സാമാന്തരികവും ചതുരവും ഒക്കെ ഏതിൽ പെടുന്നതാണ്? ചതുർഭുജത്തിൽ പെടുന്നതാണ്. 4 സൈഡ് ഉള്ളത് എന്നുള്ളതാണ് ചതുർഭുജം കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 3 5 7 ഇങ്ങനെ തുടർന്നാൽ 8ാമത്തെ സ്ഥാനത്തെ സംഖ്യ ഏത്? ആൻസർ എ ആണ്, 19 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 & 2/6 ÷ 1 & 2/6. അതായത് ഇത് എന്തിൽ വരുന്നതാണ്? മിക്സ്ഡ് ഫ്രാക്ഷന്റെ ഡിവിഷൻ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുക? മിക്സ്ഡ് ഫ്രാക്ഷനെ മറ്റേ ഫ്രാക്ഷനായി മാറ്റണം, എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡിവിഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരിക? 3 & 1/4 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.